ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ. അപ്പോൾ ഞാനിന്ന് വന്നേക്കണത് കുറേ പേര് എന്നോട് ചോദിച്ചു, ദിയ ഫാത്തിമയുടെ വീഡിയോ ഒക്കെ ചെയ്യാറുണ്ടല്ലോ, ഇപ്പോൾ കുറച്ചായിട്ട് ദിയ മോളുടെ വീഡിയോ ഒന്നും കാണാറില്ല, പുതിയ അപ്ഡേഷനൊന്നും കാണാറില്ല എന്ന് പറഞ്ഞിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് പുതിയ അപ്ഡേഷനൊന്നും അല്ല, നേരത്തെ ജുനൈദ് ചെയ്ത ആ ഒരു പാർട്ട് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പോൾ എന്താണ് പുതിയ അപ്ഡേഷൻ, എന്താണ് ഇപ്പോൾ ഒന്നും വീഡിയോസുകളൊന്നും കാണുന്നില്ല, അതുപോലെ തന്നെ ജുനൈദിൻ്റെ യൂട്യൂബ് ചാനലിലും ഒന്നും കാണുന്നില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ എന്ന് ചോദിച്ചിട്ട് കുറേ പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്ത് തന്നെ ഞാൻ ജുനൈദിൻ്റെ യൂട്യൂബ് ചാനലും എടുത്ത് നോക്കി, അതിലും കുറേ ദിവസമായി വീഡിയോസുകളൊക്കെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിന് പുതിയ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ എനിക്കും ഒരു ആഗ്രഹം തോന്നി, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹം തോന്നി. ദിയ മോളുടെ വീഡിയോ എന്താണ് വരാത്തത്, അതുപോലെ പുതിയ അപ്ഡേഷൻ എന്തൊക്കെയാണെന്നുള്ളത് എനിക്കും അറിയണമെന്ന് തോന്നി. ഞാൻ അങ്ങനെ ദിയ ഫാത്തിമയുടെ ഉമ്മാനെ കോൺടാക്ട് ചെയ്തു. ഉമ്മാൻ്റെ നമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിയ ഫാത്തിമയുടെ ഉമ്മാനെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ദിയ ഫാത്തിമയുടെ ഉമ്മ പറഞ്ഞത് അന്വേഷണമൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്, പോലീസും ജുനൈദും നല്ല രീതിയിൽ തന്നെ അന്വേഷിക്കുന്നുണ്ട്, ഇപ്പോൾ ഒരു തടസ്സവും കൂടാതെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്, അധികം താമസിയാതെ തന്നെ ദിയ മോളെ തിരിച്ചു കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷ എന്നൊക്കെ ദിയ ഫാത്തിമയുടെ ഉമ്മ പറഞ്ഞു. അതറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ പുതിയ അപ്ഡേഷൻ എന്താണ് വരാത്തത് എന്ന് ചോദിച്ചപ്പോൾ ദിയ ഫാത്തിമയുടെ ഉമ്മ പറഞ്ഞത്, ഇനി പുതിയ കുറേ കാര്യങ്ങളുണ്ട്, പക്ഷെ പുതിയ അപ്ഡേഷൻ ഇപ്പോൾ തൽക്കാലം പുറത്ത് പറയാൻ നിർവാഹമില്ല, അതുകൊണ്ടാണ് ജുനൈദ് വീഡിയോ ഇടാത്തതും എന്നാണ് ദിയ ഫാത്തിമയുടെ ഉമ്മ പറഞ്ഞത്. മേലെ നിന്നുള്ളൊരു ഓർഡറാണ്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയ അപ്ഡേഷനൊന്നും തൽക്കാലം ഇടാൻ പറ്റില്ല, അതുകൊണ്ടാണ് ജുനൈദും വീഡിയോ ചെയ്യാത്തത് എന്നറിയാൻ സാധിച്ചു. അപ്പോൾ എന്തെങ്കിലും നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത തന്നെ ആയിരിക്കും എന്ന് ഞാനിതിൽ ആഗ്രഹിക്കുന്നു, അത് തന്നെ ആയിരിക്കും. അപ്പോൾ അതിൽ കുറിച്ചൊന്നും കൂടുതലായിട്ട് പിന്നെ ദിയ ഫാത്തിമയുടെ ഉമ്മ പറഞ്ഞില്ല. എന്തായാലും അധികം താമസിയാതെ തന്നെ നല്ല സന്തോഷമായിട്ടുള്ളൊരു വാർത്ത കേൾക്കും എന്നാണ് എനിക്ക് തോന്നുന്നു, ദിയ ഫാത്തിമയുടെ ഉമ്മാൻ്റെ ആ ഒരു ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. പിന്നീട് ഒരു ദുഃഖകരമായ വാർത്ത എന്ന് പറയുകയാണെങ്കിൽ, അപ്പോൾ ഈ ദിയ ഫാത്തിമയോട് ചോദിച്ചപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, പിന്നെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ ചോദിച്ചപ്പോഴാണ് ആ ഉമ്മ ആ ദുഃഖകരമായ വാർത്ത എന്നോട് പറഞ്ഞത്. ആ വാർത്ത കേട്ടപ്പോൾ എനിക്ക് വളരെ സങ്കടമായി. എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്കും സങ്കടമായി എനിക്ക് ആ ഒരു വാർത്ത കേട്ടപ്പോൾ, ആ ഒരു ഇത് കേട്ടപ്പോൾ. എങ്ങനെയാണ് പറയുക നിങ്ങളോട് എന്ന് തന്നെ എനിക്കിപ്പോൾ ആ ഇത് കണ്ടപ്പോൾ, ആ സിറ്റുവേഷനും ആ ഇതൊക്കെ കണ്ടപ്പോൾ എന്നെ വല്ലാതെ വേദനിപ്പിച്ച ആ ഒരു ഇതെന്താ പറയുക, ഒരു ചൊല്ലുണ്ടല്ലോ, കൂനിൽമേൽ കുരു എന്ന് പറഞ്ഞതുപോലെ വല്ലാത്തൊരു വിഷമിക്കുന്നൊരു വാർത്ത തന്നെയായിരുന്നു അത്. വേറൊന്നുമല്ല, ദിയ ഫാത്തിമയുടെ ഉപ്പ ജോലിക്ക് പോയതാണ്, ടൈലിൻ്റെ പണിയാണ് ദിയ ഫാത്തിമയുടെ ഉപ്പാക്കുള്ളത്. ജോലിക്ക് സാധാരണ പോകുന്നത് പോലെ അത് കുറച്ച് ദിവസം ജോലിയില്ലാതെ ഇപ്പോൾ എന്തോ പോയതാണ്. പോയ സമയത്ത് മിഷനിൽ നിന്ന് എന്തോ തെറിച്ചു, കൈക്കും കാലിനും നല്ല പരിക്കുണ്ട്, കൂടുതലായിട്ടും കൈക്കാണ് പരിക്കുള്ളത് എന്ന് അറിഞ്ഞു. ഞാൻ വിളിച്ചപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുവാണ് എന്നാണ് അറിഞ്ഞത്. അത് എന്നെ വല്ലാതെ ദുഃഖത്തിലാഴ്ത്തി. എന്താന്ന് പറഞ്ഞാൽ എന്താ പറയുക, ദിയ ഫാത്തിമയെ കിട്ടുമെന്നുള്ള ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ഒരു ദുഃഖവാർത്ത കൂടി കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി, വല്ലാത്ത വിഷമം തോന്നി. അപ്പോൾ എന്താ പറയുക, ഈ വീഡിയോ കാണുന്ന എൻ്റെ സുഹൃത്തുക്കൾ, ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും എത്ര പേര് കാണുന്നു എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഒരു 100 രൂപ വെച്ചിട്ടെങ്കിലും ഞാൻ താഴെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ താഴെ ഒരു നമ്പർ കൊടുക്കാം, അതിലോട്ട് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യണം. നിങ്ങളാൽ കഴിയുന്ന സഹായം ഒരു 100 രൂപ വെച്ചിട്ടെങ്കിലും ഒരാൾ ഒരു 100 രൂപ വെച്ചിട്ടെങ്കിലും സഹായം ചെയ്യണം. അപ്പോൾ എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന ഒരു 100 രൂപയിൽ കവിയാതെ എല്ലാവരും ഒന്ന് സഹായിക്കണമെന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ താഴ്മയായിട്ട് നിങ്ങളുടെ അടുത്ത് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അത്രയും മോശം അവരുടെ സിറ്റുവേഷൻ അത്രയും മോശമാണ്. 1 ലക്ഷം രൂപയോളം സർജറിക്ക് വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന സഹായം എല്ലാവരും, ഈ വീഡിയോ കാണുന്ന എൻ്റെ ഉറ്റവരായ സുഹൃത്തുക്കൾ എല്ലാവരും സഹായിക്കണമെന്ന് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. ഇതെൻ്റെ ഒരു അപേക്ഷയായിട്ട് തന്നെ നിങ്ങൾ കാണണം, അത്രയ്ക്കും വേദനാജനകമാണ്. നിങ്ങൾക്ക്
നമുക്കറിയാലോ ഒരു കുഞ്ഞ് കാണാതാകുമ്പോഴുള്ള ആ ഒരു വേദന. ഞാനും ഒരു ഉമ്മയാണ്, എനിക്കറിയാം ആ കുഞ്ഞ് കാണാതാകുമ്പോഴുള്ള ആ ഒരു വേദനയും ഇതെല്ലാം. ആ ഒരു അവസ്ഥയിലാണ് ഇങ്ങനെയൊരു ഇത് ഇവർക്ക് സംഭവിച്ചിരിക്കുന്നത്. ആ കുടുംബം നോക്കേണ്ട മനുഷ്യനാണ് ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നത്. ആ കുടുംബം നോക്കാൻ വേണ്ടി എന്നും പോകുന്നത് പോലെ രാവിലെ പോയതാണ്. അപ്പോഴാണ് ജോലി സ്ഥലത്ത് നിന്നും ഇങ്ങനെയൊരു ദുരന്തം സംഭവിക്കുന്നത്. എൻ്റെ സുഹൃത്തുക്കളോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കുക. ദുരന്തത്തിന്മേൽ ദുരന്തം എന്ന് തന്നെ പറയാം. എന്താ അത്രയ്ക്കും ഇതാണ് അവരുടെ കുടുംബത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് നിങ്ങളാൽ കഴിയുന്ന സഹായം എല്ലാവരും ചെയ്യുക. ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യാവുന്നതാണ്. അപ്പോൾ അവർക്ക് അത് ലഭിക്കും. എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിൽ കഴിയുന്ന സഹായം നിങ്ങൾ അവർക്ക് നൽകുക എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. നിങ്ങൾ സഹായിക്കണം, സഹായിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ഓരോരുത്തരും അതിന് ബാധ്യസ്ഥരാണ്. എന്താണെന്ന് വെച്ചാൽ ആ മോളെ കാണാതെ ഇരിക്കുന്ന ആ ഒരു അവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്കുക. ആ ഒരു അവസ്ഥയിൽ കുടുംബത്തിന് അത്താണിയാവേണ്ട ആ ആൾക്കും ഇങ്ങനെ ഒരു ദുർവിധി വന്നാലുള്ള സ്ഥിതി നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സഹായിക്കുക. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ മുകളിലുള്ളവൻ നമുക്ക് കരുണ കാണിക്കും. നമ്മൾ ഭൂമിയിലുള്ളവരോട് നമ്മൾ കരുണ കാണിക്കുക. അപ്പം നമുക്ക് മുകളിലുള്ളവൻ നമ്മളിൽ ആഗ്രഹിക്കാത്ത രീതിയിൽ പടച്ചവൻ നമുക്ക് തരും, അത് ഉറപ്പാണ്. അപ്പം നമ്മളാൽ കഴിയുന്ന സഹായം നമ്മൾ കൊടുത്തുകൊണ്ട് വെച്ചിട്ട് നമുക്കൊന്നും പോവാനില്ല. നമുക്ക് പിന്നീട് നമുക്കത് കിട്ടുകയുള്ളൂ. അപ്പം നിങ്ങൾ എന്തായാലും എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. എല്ലാവരും സഹായിക്കണം. ഈ വീഡിയോ എനിക്ക് പറയുമ്പോൾ വാക്കുകൾ പോലും കിട്ടുന്നില്ല, തൊണ്ട ഇടറി പോകണം. അത്രയും ഇതായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ആ കുടുംബത്തിലുള്ളത്. ആ ഉമ്മനെ വിളിച്ചപ്പോഴും എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. അത്രയും വിഷമത്തോടു കൂടിയാണ് ആ ഉമ്മ സംസാരിച്ചത്. അപ്പോൾ നിങ്ങളെല്ലാവരും സഹായിക്കണം. നിങ്ങൾ സഹായിച്ചാൽ മാത്രമേ അവർക്ക് ഓപ്പറേഷനിലൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും സഹായിക്കണം. ജുനൈദിൻ്റെ ഒരു ഇതും സഹായവും ഉണ്ടാവും. പക്ഷേ ഞാൻ ഈ വീഡിയോ ഇത്രയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനും പറയുന്നത്, നമ്മളാൽ കഴിയുന്ന സഹായം, എൻ്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യുക. നമ്മളിപ്പോൾ 1 ലക്ഷം ഫുള്ളായി കൊടുക്കണമെന്നല്ല പറയുന്നത്. നമ്മളാൽ കഴിയുന്ന ഒരു 100 രൂപ വെച്ച്, ഇപ്പോൾ ഒരു 200 പേരാണ് കാണുന്നതെങ്കിൽ ആ 200 പേര് ഒരു 100 രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും സഹായം അവർക്കായില്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് അകമഴിഞ്ഞ് തന്നെ സഹായിക്കണം. ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളോട് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. ദിയാമോൾക്ക് വേണ്ടിയിട്ട് ഓരോ കേരളീയരുടെയും ദുആ ഉണ്ട് എന്നുള്ളത് അറിയാം. അതുപോലെ തന്നെ ഉപ്പാക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യണം. ഉപ്പാൻ്റെ അവസ്ഥ അത്രയും മോശമാണ്. കൈക്ക് നല്ല പരുക്കുണ്ട്. അതുപോലെ തന്നെ ജുനൈദിൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ താഴെയുള്ള കമൻറ്റുകളൊക്കെ ഞാൻ ഒരുപാട് കണ്ടു. അതുകൊണ്ട് തളർന്ന് നിൽക്കാതെ ജുനൈദ് വീഡിയോ ഇടണം എന്നാണ് എനിക്ക് ജുനൈദിനോട് പറയാനുള്ളത്. ജുനൈദ് വീഡിയോ ആയിട്ട് മുന്നോട്ട് വരണം. ജുനൈദിൻ്റെ വീഡിയോ കാണുമ്പോഴാണ് ഞങ്ങൾക്കും ഒരു സമാധാനം ഉള്ളത്. അപ്പോൾ ജുനൈദ് പുതിയ അപ്ഡേഷൻ എന്തൊക്കെയാണെന്നുള്ളത് പറയണം. അതുപോലെ തന്നെ പുതിയ വീഡിയോകളായിട്ട് മുകളിൽ നിന്ന് ഉത്തരവുണ്ട്, പുതിയ അപ്ഡേഷൻ ഒന്നും പറയരുത് എന്നതുള്ളത്. എങ്കിലും ജുനൈദിൻ്റെ ഒരു വീഡിയോയ്ക്കായിട്ട് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. ജുനൈദ് കമൻറ്റുകളൊന്നും, താഴെ കാണുന്ന കമൻറ്റുകളൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും വീഡിയോകളായിട്ട് മുന്നോട്ട് വരണം. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും സഹായിക്കണം. ആ അമ്മാനെ എല്ലാവരും സഹായിക്കണം. ദിയാമോൾക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ആ ഉപ്പാക്ക് വേണ്ടിയിട്ടും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. ഒരുപാട് വിഷമത്തോടു കൂടിയാണ് അമ്മ സംസാരിച്ചത്. തൊണ്ടയിടറിയിട്ടാണ് സംസാരിച്ചത്. എന്താ പറയുക, അവരുടെ അവസ്ഥ അത്രയും മോശമാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. അതാണ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും സഹായിക്കണം. എനിക്ക് വീണ്ടും പറയാനുള്ളത് അതാണ്, നിങ്ങളെല്ലാവരും സഹായിക്കണം. നമ്മളിലേക്ക് സഹായം ഉണ്ടെങ്കിൽ ആ ഉപ്പ ഈ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും അകമഴിഞ്ഞ് തന്നെ സഹായിക്കണം. അപ്പോൾ പുതിയ ദിയ ഫാത്തിമയുടെ പുതിയ അപ്ഡേഷനൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ എന്തായാലും വരാതിരിക്കില്ല. മുകളിലുള്ള ഉത്തരവ് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ അതൊന്ന് നീക്കി വെച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അതെന്തായാലും ആ വീഡിയോസുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് ഓർത്തിട്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ദിയ ഫാത്തിമയെ നമുക്ക് കിട്ടും എന്നുള്ള ശുഭവാർത്ത തന്നെ നമുക്ക് വരും. അതോർത്ത് നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ദിയ ഫാത്തിമയുടെ പുതിയ അപ്ഡേഷൻ വരുന്നില്ല, ഇനി ദിയ ഫാത്തിമയെ കിട്ടില്ല എന്നൊന്നും നിങ്ങൾ ആരും ചിന്തിക്കേണ്ട. എന്തായാലും ദിയ ഫാത്തിമയെ കിട്ടി എന്നുള്ളൊരു വാർത്ത അടുത്ത് തന്നെ നമുക്ക് എൻ്റെ ഈ യൂട്യൂബിലൂടെ ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് എനിക്കും പ്രതീക്ഷയുള്ളത്. അതുപോലെ തന്നെയാണ് ജുനൈദും അതുപോലെ
എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ജുനൈദ് വീഡിയോ ആയിട്ട് വരും, നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. ഈ വീഡിയോ കാണുന്ന ജുനൈദ് എന്തായാലും അടുത്തൊരു വീഡിയോ ഇടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ കമൻസൊക്കെ കണ്ടു, ഒരുപാട് വേദനിക്കുന്നുണ്ട്. ആ കമൻസ് ഒന്നും നിങ്ങൾ നോക്കരുത്. നിങ്ങൾ എന്തായാലും വീഡിയോ ഇടണം, മോളെ കുറിച്ചിട്ടുള്ള വീഡിയോകൾ ഇടണം. അതുപോലെ തന്നെ ദിയ ഫാത്തിമയുടെ ഉമ്മാനോട് പറയാനുള്ളത്, ദിയ ഫാത്തിമ ഉമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞങ്ങളെല്ലാവരും ഉണ്ട് കൂടെ. ഞങ്ങളാൽ കഴിയുന്ന സഹായം എന്തായാലും നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. തളരാതെ മുന്നോട്ട് പോവുക. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ് എന്ന് കരുതുക. ഞങ്ങളെല്ലാവരും ഉണ്ട്, ഞങ്ങളുടെ ദുആയും അതുപോലെ എല്ലാം എന്താ പറയുക, ജാതി ഭേദമന്യേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ദുആയും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞങ്ങളെല്ലാവരും ഉണ്ട്. ഇൻഷാ അല്ലാഹ് ദിയ ഫാത്തിമയുടെ ഒപ്പം പെട്ടെന്ന് തന്നെ സുഖം പ്രാപിച്ച് ജീവിതത്തിലോട്ട് തിരിച്ചു വരും. അതുവരെ നമുക്ക് എല്ലാവർക്കും ദുആ ചെയ്യാം. ഇനി എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇനി ദിയമോളുടെ ഉമ്മാനെ വിളിക്കുമ്പോൾ പുതിയ വാർത്തകൾ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം, നിങ്ങളിൽ കഴിയുന്ന സഹായം ചെയ്യണം. എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയതായിട്ട് ഇനി എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.